നമസ്കാരം. ആചാരങ്ങളും അനുഷ്ഠാനങ്ങളുമൊക്കെ നമ്മുടെ സംസ്കാരത്തിന്റെ കൂടെ ഭാഗമാണ്. എന്നാൽ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് വിധേയവുമാണ് എല്ലാ ആചാരങ്ങളും. കാലഘട്ടത്തിന്റെ മാറ്റത്തിനനുസരിച്ച് പല ആചാരങ്ങളും പിന്നീട് ദുരാചാരം എന്ന് കണ്ട് നിർത്തലാക്കിയിട്ടുമുണ്ട്. കേരളത്തിൽ ഇപ്പോൾ ഉത്സവകാലമാണ്. നാടും നഗരവുമൊക്കെ ആഘോഷ തിരക്കിലുമാണ്. തലസ്ഥാന നഗരം ആറ്റുകാൽ പൊങ്കാലയ്ക്കുള്ള ഒരുക്കത്തിലുമാണ്. അതിനിടെ ജയിൽ DGP R ശ്രീലേഖ ആറ്റുകാൽ ക്ഷേത്രത്തിലെ കുത്തിയോട്ട ആചാരത്തിനെതിരെ നടത്തിയ പരാമർശം ഇപ്പോൾ സജീവ ചർച്ചയാവുകയാണ്. കുത്തിയോട്ടത്തിനെതിരെ ബാലാവകാശ കമ്മീഷൻ ഇന്ന് കേസെടുക്കുകയും ചെയ്തു. ഏത് ആചാരത്തിന്റെയും വിശ്വാസത്തിന്റെയും പേരിൽ ആയാലും കുട്ടികളെ പീഡിപ്പിക്കുന്നത് ശരിയോ? തിരിച്ചറിവില്ലാത്ത പ്രായത്തിൽ വിശ്വാസത്തിന്റെ പേരിൽ കുട്ടികളെ ഇരകളാക്കണോ? ജാതി മത ഭേദമന്യേ ഏത് വിശ്വാസത്തിന്റെ പേരിലും കുട്ടികളെ ഉപയോഗിക്കുന്നത് ശരിയോ? പ്രൈം ഡിബേറ്റ് ഇന്ന് ചർച്ച ചെയ്യുകയാണ്. കുത്തിയോട്ടം നിർത്തലാക്കണം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ രാഹുൽ ഈശ്വർ. അദ്ദേഹം ആലപ്പുഴ സ്റ്റുഡിയോയിൽ നിന്ന്. സ്കൂൾ ഓഫ് ഭഗവത്ഗീത മേധാവി സന്ദീപ് ചൈതന്യ കോഴിക്കോട് നിന്ന്. ചൈൽഡ് ലൈൻ തിരുവനന്തപുരം ജില്ലാ ഡയറക്ടർ ഫാദർ തോമസ് PD തിരുവനന്തപുരത്ത് നിന്ന്. ഹിന്ദു ഐക്യവേദിയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ES ബിജു കോട്ടയത്ത് നിന്ന്. ആദ്യം ശ്രീ ES ബിജു, തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ ലോകമെമ്പാടും അറിയപ്പെടുന്ന ക്ഷേത്രമാണ് ആറ്റുകാൽ, സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ. എന്നാൽ അവിടം ആൺകുട്ടികളുടെ തടവറ കൂടിയായി മാറുന്നു എന്ന് ശ്രീലേഖ പറയുന്നു. അതിനോട് യോജിക്കുന്നുണ്ടോ? DGP ശ്രീലേഖ ഒരു അനാവശ്യമായ വിവാദത്തിന് തിരികൊളുത്തിയിരിക്കുകയാണ്. ഇത് തികച്ചും അനാവശ്യമാണ്. വർഷങ്ങളായി നടന്നു വരുന്ന ഒരാചാരത്തെ അനാചാരമെന്ന് മുദ്രകുത്തി വളരെ മോശമായി പൊതുസമൂഹത്തിൽ ചിത്രീകരിക്കാനുള്ള ആസൂത്രിതമായ ഒരു ശ്രമമാണ് DGP ശ്രീലേഖ നടത്തിയിട്ടുള്ളത്. ശ്രീലേഖ പറയുന്നു, ഞാൻ വിശ്വാസിയാണ്, എനിക്ക് IPS കിട്ടിയത് ആറ്റുകാലമ്മയുടെ അനുഗ്രഹമാണ്, ഞാൻ ചെറുപ്പം മുതൽ ആറ്റുകാലമ്മയുടെ ഭക്തയാണ്. ആറ്റുകാലമ്മയുടെ ഭക്തയായിട്ടുള്ള R ശ്രീലേഖ ആറ്റുകാൽ നടക്കുന്ന കുത്തിയോട്ടത്തിന്റെ ആചാരങ്ങൾ, അതിന്റെ അനുഷ്ഠാനങ്ങൾ, അവിടെ കൊച്ചുകുട്ടികൾ 5 വയസ്സ് മുതൽ 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾ അനുഷ്ഠിക്കുന്ന വ്രതങ്ങൾ, ഇതൊന്നും അറിയില്ല എന്ന് പറയുന്നത് വളരെ ബോധപൂർവം നടത്തുന്ന ഒരു പ്രചാരണമാണ്. അതെങ്ങനെ ബോധപൂർവ്വം നടത്തുന്ന പ്രചാരമാകും? ആർക്ക് വേണ്ടിയുള്ള പ്രചാരമായി അത് മാറുന്നു എന്നാണ് താങ്കൾ പറയുന്നത്? താങ്കൾ തന്നെ സൂചിപ്പിച്ചു, ശ്രീലേഖ ആറ്റുകാൽ അമ്മയുടെ ഭക്തയാണ് എന്ന് പറയുന്നു. അവർ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്, കഴിഞ്ഞ തവണയൊക്കെ പൊങ്കാലയിട്ട ഒരു വിശ്വാസിയാണ് ഞാൻ, പക്ഷേ കുട്ടികളെ പീഡിപ്പിക്കുന്ന ഈ സമീപനത്തോട് യോജിപ്പില്ല, അതിനോട് വിയോജിപ്പാണ്. ആ നിലയിൽ ഇക്കുറി പൊങ്കാലയിടുന്നില്ല എന്ന് പറയുമ്പോൾ അതിനെ എങ്ങനെ ആസൂത്രിതമായ ഒരു പരാമർശം എന്ന് വിലയിരുത്താനാകും? DGP ശ്രീലേഖയ്ക്ക് പൊങ്കാല ഇടുകയോ ഇടാതിരിക്കുകയോ ചെയ്യാം, അത് അവരുടെ വിശ്വാസമാണ്. അതെ, പക്ഷേ ഇത് ആസൂത്രിതമാണ് എന്ന് ഞാൻ പറയാൻ കാരണം, അടുത്ത കാലങ്ങളായി ഹിന്ദുക്കളുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും എല്ലാം അവഹേളിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഈ കേരളത്തിൽ നിലവിലുണ്ട്. അതിനനുസൃതമായി പ്രാധാന്യം കിട്ടുന്നതിന് വേണ്ടിയും വാർത്താ ചാനലുകളിൽ നിറയുന്നതിന് വേണ്ടിയും അപ്രസക്തമായ ഒരു റോളിലിരിക്കുന്ന DGP ശ്രീലേഖ ഒരു വാർത്താ പ്രാധാന്യം നേടിക്കൊണ്ട് രംഗത്ത് വരാനുള്ള ഒരു ആസൂത്രിത ശ്രമമായി ഞങ്ങൾ സംശയിക്കുകയാണ്. താങ്കൾ പറയുന്നത് പോലെ അങ്ങനെ ഒരു ആസൂത്രിതമായ നീക്കമാണ് എങ്കിൽ ഇത് ആചാരം എന്ന പേരിൽ കുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നില്ല, ഈ ആചാരത്തിന്റെ മറവിൽ അവിടെ മറ്റൊന്നും നടക്കുന്നില്ല എന്ന് ശക്തിയുക്തം പറയാൻ ഇതിനോട് അനുകൂലിക്കുന്ന ആളുകൾക്ക് സാധിക്കണം. ഇന്ന് ബാലാവകാശ കമ്മീഷൻ ആണ് കേസെടുത്തിട്ടുള്ളത്. അതേതെങ്കിലും ഒരു ശക്തിയുടെയോ പ്രേരണയുടെയോ ഗൂഢാലോചനയുടെയോ പേരിലാണ് എന്ന് പറയാൻ സാധിക്കില്ല. അവിടെ ബാലാവകാശ ലംഘനം നടക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് ബാലാവകാശ കമ്മീഷൻ പറയുന്നു. ബാലാവകാശ കമ്മീഷൻ പരിശോധിക്കട്ടെ. അതിനു മുമ്പ് തന്നെ DGP ശ്രീലേഖ ഉത്തരവാദിത്വപ്പെട്ട ഒരു സ്ഥാനത്താണ്. ലോ ആൻഡ് ഓർഡറിന്റെ ചുമതല വരെയുള്ള സ്ഥാനങ്ങൾ അവർ വഹിച്ചിട്ടുണ്ട്. അവർ പോലീസ് ഡിപ്പാർട്ട്മെന്റിലാണ് ഇരിക്കുന്നത്. ഇത്തരത്തിലുള്ളൊരു നിയമനിഷേധം നടക്കുന്നുവെങ്കിൽ ആ നിയമപരമായി തന്നെ അതിനെ നേരിടാൻ എന്തുകൊണ്ട് DGP R ശ്രീലേഖ നടപടി ഇത്രയും കാലമായി സ്വീകരിച്ചില്ല?
അവിടെ നിയമ നടപടികൾ നിയമപരമായി ബാലാവകാശ കമ്മീഷനും കുത്തിയോട്ടം പോലെയുള്ള ആചാരങ്ങൾ നിരോധിച്ചിട്ടുണ്ട് എന്നും അതിനനുകൂലമായ തരത്തിൽ വിധി പ്രസ്താവം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട് എന്ന തരത്തിലുമുള്ള പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ രാഹുൽ ഈശ്വർ, ഹൈന്ദവ ആചാരങ്ങൾ എപ്പോഴും കാലാനുസൃതമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. ചിലപ്പോഴെങ്കിലും ആചാരങ്ങളുടെ മറവിൽ ദുരാചാരങ്ങൾ നടക്കാറുണ്ട്. അത് തിരുത്തപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ചരിത്രത്തിൽ നിന്ന് തന്നെ രാജാറാം മോഹൻ റോയ് സതി സമ്പ്രദായം നിർത്തലാക്കിയ പശ്ചാത്തലമുണ്ട്. അന്നുവരെ സതി എന്നത് ആചാരമായിരുന്നുവെങ്കിൽ ആ ദുരാചാരത്തെയാണ് ഇല്ലാതാക്കിയത് എന്ന് താങ്കൾക്കും അറിയാവുന്നതാണ്. താങ്കൾ തന്നെ ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പേരിൽ തിരുത്തലുകൾ ആവശ്യമുണ്ട് എന്ന് വാദിക്കുന്ന ആളാണല്ലോ. എന്താണ് താങ്കളുടെ നിലപാട് ഈ വിഷയത്തിൽ? കുത്തിയോട്ടം പോലുള്ളവ ഈ കുട്ടികളെ പീഡിപ്പിക്കുന്നതിന് സമാനമായ ആചാരമായി മാറുന്നുണ്ടോ? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ശ്രീലേഖ IPS മാഡത്തോട് വലിയ ബഹുമാനമാണ്. മാഡത്തെ പേഴ്സണലി പരിചയപ്പെടാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. മാഡത്തിന്റെ വലിയൊരു സ്റ്റേച്ചറിനെയൊന്നും എനിക്ക് തോന്നുന്നില്ല ആരും ചോദ്യം ചെയ്യുമെന്ന്. മാഡത്തിന്റെ ബ്ലോഗ് ആഴത്തിൽ വായിക്കുമ്പോൾ ഒരു ഭക്തിയായി നിന്നുകൊണ്ടാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടാണ് മാഡം എഴുതിയത് എന്നുള്ള കാര്യം ആശ്വാസം തരുന്ന ഒരു കാര്യമാണ്. അതായത് മറ്റൊരു ദുരുദ്ദേശം ഉണ്ടോ എന്നറിയില്ല, പക്ഷേ ആ എഴുത്തിൽ നിന്ന് അങ്ങനെ തോന്നുന്നില്ല. അതുകൊണ്ട് മാഡത്തിന് സനാതന ധർമ്മത്തിന്റെ, ഹൈന്ദവ ധർമ്മത്തിന്റെ വലിയൊരു പ്രത്യേകത ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ പല കാര്യങ്ങളെയും ശക്തമായി വിമർശിക്കാനോ അല്ലെങ്കിൽ ചൂണ്ടിക്കാട്ടാനോ ഒക്കെയുള്ള അധികാരവും അവകാശവും ഒക്കെ തരുന്ന വലിയൊരു ആ മനസ്ഥിതിയുള്ള ഒരു സമൂഹമാണ്. പക്ഷെ ഒരു ഭക്തൻ എന്ന രീതിയിൽ എനിക്ക് വിഷമം തോന്നിയത് IPC സെക്ഷൻസ് ഒക്കെ അതിൽ ഇൻവോക്ക് ചെയ്യുമ്പോൾ, അതിനെ ക്രൈം എന്ന് വിളിക്കുമ്പോൾ, ഗരുഡൻ തൂക്കത്തോട് അല്ലെങ്കിൽ മാഡം ചെയ്തില്ല പക്ഷെ വേറൊരാൾ ചെയ്തു എന്ന് പറഞ്ഞൊക്കെ പറയുമ്പോൾ സാധാരണക്കാർക്ക് അതിനൊരു, ഞാനൊരു ഭക്തൻ എന്ന രീതിയിൽ എനിക്ക് വിഷമം ഉണ്ടാവും. എന്റെ കല്യാണം നടന്ന ആറ്റുകാൽ ക്ഷേത്രത്തിലാണ്. എന്റെ മോന് 1 വയസ്സാണ് പ്രായം. എന്റെ മോന് പ്രായമാകുമ്പോൾ ആറ്റുകാൽ ഭഗവതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ അവനെയും ഭഗവതിയുടെ സൈനികനായി ഇങ്ങനെ കുത്തിയോട്ടത്തിനും സമാനമായ ആചാരങ്ങളും കൊണ്ടുപോകണമെന്നാണ് എനിക്ക് ആഗ്രഹം. ഏതെങ്കിലും രീതിയിൽ ബാലാവകാശ കമ്മീഷനോ മാഡത്തിനോ ഏതെങ്കിലും ഇതിൽ പരിഷ്കാരങ്ങൾ വേണമെങ്കിൽ, പരിവർത്തനങ്ങൾ വേണമെങ്കിൽ ഒരുപക്ഷെ ഒരു ഭക്തന്റെ രീതിയിൽ അമ്പല കമ്മിറ്റിയുമായി സംസാരിക്കുകയോ ഹൈന്ദവ സംഘടനകളുമായി ചർച്ച ചെയ്യുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. അതിനൊരു ക്രൈം എന്ന് പറയുമ്പോൾ അതിനൊരു വിഷമം തോന്നുന്നു. ഒരു വിശ്വാസി എന്ന രീതിയിൽ നമ്മുടെ എല്ലാം വികാരങ്ങൾ ഹേർട്ടാവുന്നു. ഇപ്പൊ നേരത്തെ ഒരു വരി കൂടെ എനിക്ക് ചൂണ്ടിക്കാട്ടാം. അതായത് നമ്മുടെ ഹൈക്കോടതി പൊതു നിരത്തുകളിൽ പ്രകടനങ്ങളോ ബാക്കി കാര്യങ്ങളോ സമാനമായ എക്സ്പ്രഷൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ കേരള ഗവൺമെന്റ് സർവകക്ഷികളോടും ചേർന്ന് എടുത്ത നിലപാട് ആറ്റുകാൽ പൊങ്കാല എല്ലാവരും കൂടി ഒരുമിച്ച് ഓടിയിരിക്കുന്നതല്ല, പകരം ഓരോരുത്തരായി പൊങ്കാല ഇടുന്നതാണ്. അതാണ് 30 ലക്ഷങ്ങളിലേക്ക് എത്തുന്നു എന്ന വളരെ ലീഗലി ഒരു നിലപാട് കൂടിയാണ് എടുത്തത്. ഇത്തരം നിലപാട് വരുന്നതിന്റെ കാരണം വിശ്വാസം, ഭക്തി, ആത്മീയത തുടങ്ങിയ കാര്യങ്ങളെ സെൻസിറ്റീവായി കാണണം. പരിഷ്കാരങ്ങൾ വിമർശിക്കുന്നതിനതീതമായി കൃത്യമായി വിവേകാനന്ദ സ്വാമിയുടെ നിലപാട് പറഞ്ഞാൽ ചെറിയ ശരിയിൽ നിന്ന് താങ്കൾ പറഞ്ഞതുപോലെ ഈ ശ്രീലേഖയുടെ ഭാഷയിൽ ചിലപ്പോൾ തെറ്റുകൾ ഉണ്ടായിട്ടുണ്ടാകാം. ഒരു പക്ഷേ അവർ ഒരു പോലീസ് തലപ്പത്തിരിക്കുന്ന ആൾ എന്ന നിലയിൽ അത്തരം ഭാഷയായിരിക്കാം ഉപയോഗിച്ചിട്ടുള്ളത്. നമുക്ക് ആ ഭാഷ മാറ്റിവെക്കാം. ഞാൻ താങ്കളോട് വിശ്വാസത്തിന്റെ പേരിൽ നിന്നുകൊണ്ട് തന്നെ ചോദിക്കുന്നു, 5 വയസ്സ് 12 വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് എത്രത്തോളം തിരിച്ചറിവുണ്ട് എന്ന് നമുക്കറിയാം. അവരുടെ രക്തം കിട്ടിയെങ്കിൽ മാത്രമേ ഒരു ദേവിക്ക് പ്രീതി ഉണ്ടാകൂ എന്ന തരത്തിലുള്ള വിശ്വാസങ്ങൾ ഇനിയും വെച്ചു പൊറുപ്പിക്കേണ്ട കാലമാണോ താങ്കളുടെ അഭിപ്രായത്തിൽ? അങ്ങനെയല്ല ദേവിയെ അങ്ങനെ കണ്ണകി ദേവി, ആറ്റുകാൽ ദേവിയുടെ സങ്കല്പവും കണ്ണകി ദേവിയുടെ സങ്കല്പവും അങ്ങനെയല്ല. ഒരു സ്ത്രീയുടെ ധാർമ്മികതയുടെ വിജയമാണ്. അതാണ് സ്ത്രീകളുടെ ശബരിമല എന്ന് വിളിക്കുന്നതും. ലോകത്തിലെ ഏറ്റവും വലിയ സ്ത്രീകളുടെ സംഗമമാണ്. 30-35 ലക്ഷത്തോളം സ്ത്രീകൾ വരുന്നതാണ്. ദേവിക്ക് രക്തം കാണണമെന്നോ മറ്റുമില്ല. ഓരോ കാലഘട്ടത്തിലെ ആചാര്യന്മാർ ഓരോ പ്രത്യേക അവസ്ഥാന്തരങ്ങളെ സൂചിപ്പിക്കാനും ഡിസിപ്ലിനിങ് പ്രോസസ്സായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഇതിൽ ചില ഒരു റിഫോർമേഷൻസ് വരണമെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ ക്ഷേത്ര ഭാരവാഹികളും സന്യാസികളും എല്ലാം കൂടി ചെയ്യാം. ഒരു ഉദാഹരണം കൂടെ പറയാം, പോസിബിൾ ഉദാഹരണം. എല്ലാ പാർട്ടികളും എഗ്രി ചെയ്യുന്നതാണ്. BJPയും കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസ്സുകാരും എഗ്രി ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണ്. മഡേ സ്നാന എന്ന് പറയുന്ന കർണാടകത്തിലെ ഉത്തര നമ്മുടെ കേരളത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ അവിടെ ബ്രാഹ്മണര് കഴിച്ച ഇലയിൽ പിന്നോക്ക വിഭാഗത്തിലെ ചില ഉരുളുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. അവസാനം കോടതിയിലെത്തിയപ്പോൾ കോടതി പറഞ്ഞു, മനുഷ്യര് കഴിച്ച ഇലയിൽ വേണ്ട, പകരം ഭഗവാന് വേണ്ടി സമർപ്പിച്ച ഇലയിൽ അങ്ങനെ ഉരുളണം, അങ്ങനെയാണ് അവർക്ക് ആഗ്രഹമെങ്കിൽ ചെയ്യാം. അപ്പൊ ഒരു സമവായത്തിന്റെ പാത എടുത്തു പോകണം. കോടതി പോലും വിശ്വാസപരമായ കാര്യങ്ങളിൽ ഒരു പരിധിക്കപ്പുറം ഇൻസെൻസിറ്റീവായി ഇടപെടാറില്ല. അത് ക്രിസ്ത്യാനിയുടെയും മുസ്ലിമിന്റെയും ഹിന്ദുവിന്റെയും ഒന്നും കാര്യത്തിൽ ഇടപെടാറില്ല. അപ്പൊ ഒരു റെസ്പെക്ടോടെ ക്രൈം എന്നൊക്കെ പറയുന്നത് വിഷമം തോന്നി. ആ ഒരു ഭാഗത്തിലാണ് രാഹുൽ ഈശ്വറിന് വിയോജിപ്പുള്ളത്. ബന്ധപ്പെട്ടാണ് ഇപ്പൊ ഞാനൊക്കെ തിരുവനന്തപുരത്തോട് പോകാൻ നിൽക്കുന്നത്. സന്ദീപ് ചൈതന്യ, ഇവിടെ ഉന്നയിക്കപ്പെടുന്ന സംശയം, രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർ പറയുന്നത് ഇതിനെ ഒരു ക്രൈമായി കാണേണ്ടതുണ്ടോ? തീർച്ചയായും
IPC ശിക്ഷാ നിയമം 89, 319, 320, 349, 350, 351 വകുപ്പുകൾ അനുസരിച്ച് കുട്ടികളെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് ശിക്ഷാർഹമാണ്. ക്ഷേത്രം ഭാരവാഹികളും രക്ഷിതാക്കളുമൊക്കെ ഈ നിയമത്തിന്റെ കീഴിൽ വരുന്നു എന്നത് സാങ്കേതികമായ ഒരു പക്ഷേ പോലീസ് വകുപ്പിൽ ജോലി ചെയ്യുമ്പോൾ ആ വകുപ്പിലെ നിയമങ്ങൾ അനുസരിച്ചുകൊണ്ട് ഇന്ത്യൻ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിയമങ്ങളെ ആയിരിക്കാം ശ്രീലേഖ IPS ഉയർത്തി കാണിച്ചത്. അതവിടെ നിൽക്കട്ടെ. ഈ വിശ്വാസ തലത്തിലേക്ക് വരുമ്പോൾ പോലും ഇത്തരം ആചാരങ്ങൾ, അവർ പറയുന്ന 1-2 കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കുട്ടികളെ കുടുംബങ്ങളിൽ നിന്ന് മാറ്റി നിർത്തുന്നു, അവർക്ക് ചില ഭക്ഷണ രീതികൾ നൽകുന്നു, അവരുടെ വസ്ത്രധാരണത്തിൽ പോലും നിയന്ത്രണം ഉണ്ടാകുന്നു, ക്ഷേത്രാങ്കണത്തിൽ കിടന്ന് ഉറങ്ങേണ്ടി വരുന്നു, ഏറ്റവും ഒടുവിൽ ദേവീ പ്രീതിക്കായി എന്ന തരത്തിൽ അവരുടെ ശരീരത്തിലെ രക്തം കാണുന്ന തരത്തിൽ ചില മെറ്റീരിയലുകൾ, സ്വർണമെന്നോ സ്വർണ്ണ നൂലെന്നോ വെള്ളി നൂലെന്നോ എന്നൊക്കെ പറയുന്നു എന്നാണ്, അത് അവരുടെ ശരീരത്തിൽ കുത്തിക്കയറ്റുന്നു. ഈ ആചാരത്തെയാണ് ചോദ്യം ചെയ്യുന്നത്. ഇത്തരം ആചാരങ്ങൾ ചോദ്യം ചെയ്യപ്പെടേണ്ടതാണോ? അതെ, ഇപ്പോൾ ഇത് ഒരു ക്രൈമാണോ അല്ലെങ്കിൽ എന്താണിത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പറയാനുള്ളത്, ശ്രീലേഖ IPS അവരവരുടെ ഒരു അഭിപ്രായം പറഞ്ഞു. അവർക്ക് ഈ പറഞ്ഞ സനാതന ധർമ്മത്തോടും അതിനോടൊക്കെ വലിയ ആദരവും റെസ്പെക്റ്റും അതുപോലെ തന്നെ അവർ ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുള്ള ഒരു ലേഡിയാണ്. അവർ അതിനെ വളരെ നല്ല ഒരു വളരെ ഒരു സ്പിരിച്വാലിറ്റി ഉള്ളവരവർ. അതേസമയം ആറ്റുകാലിനോടൊക്കെ അവർ പൊങ്കാലയിടുകയും അങ്ങനെ അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളവരുമാണ്. അവർ ഈ ഒരു കാര്യം ഉന്നയിച്ചതിൽ നമ്മൾ അതിനെ സംശയിക്കുക ഒന്നുമല്ല ചെയ്യുന്നത്, മറിച്ച് അതിനെ സ്വാഗതം ചെയ്യുന്നു. അത് ചർച്ച ചെയ്യാൻ, സമൂഹത്തിൽ ചർച്ച ചെയ്യാൻ അതൊരു കാരണമായി തീരുന്നു എന്നുള്ള. ഇനി ഇതിൽ പ്രധാനപ്പെട്ടത് നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഇപ്പോൾ നമുക്കൊക്കെ ഒരു പ്രമാണങ്ങളുണ്ട്, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് എന്താണ് നമ്മുടെ ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നത്. ഇപ്പോൾ കൃഷ്ണന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ക്രൈമാണ്. കൃഷ്ണൻ ഇതിനെ ക്രൈമിൻ്റെ പട്ടികയിലാണ് പെടുത്തി. കൃഷ്ണൻ അർജുനോട് പറയുന്നുണ്ട്, വേണമെങ്കിൽ ആർക്കെങ്കിലും റെഫറൻസ് ആയിട്ട് നമ്മൾ പറയാം. ഭഗവത്ഗീതയിൽ 17-ാം അധ്യായത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങൾ ഇത്തരം കാര്യങ്ങളെ വളരെ നിശിതമായി വിമർശിക്കുക. നമ്മൾ ശ്ലോകം ഒന്ന് പറയാം. അശാസ്ത്രവിഹിതം ഘോരം. ഇതിന് കൃഷ്ണൻ നൽകുന്ന ഭാഷയാണ് അശാസ്ത്രവിഹിതം ഘോരം. ഇത് ശാസ്ത്രവിഹിതമായിട്ടുള്ളതല്ല, ഇത് അങ്ങേയറ്റം ഘോരമായിട്ടുള്ളതാണ്. തപ്യന്തേ യേ തപോ ജനാഹ ദമ്പാഹങ്കാര സംയുക്താഹ. ഇവർ വിവരക്കേടിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അറിവുകേടിൻ്റെയും ആളുകളാണ്. ഇവരെന്താ ചെയ്യുന്നത്? കൃഷ്ണൻ പറയുന്നു, കർഷയന്ത ശരീരസ്ഥം ഭൂതഗ്രാമം അചേതസഹ. വാസ്തവത്തിൽ ഈ ശരീരത്തെ, എൻ്റെ മാം ചൈവ അന്തശരീരസ്ഥം താൻ വിദ്യ ആസുര നിശ്ചയാൻ. വാസ്തവത്തിൽ എൻ്റെ ശരീരം, എൻ്റെ ഓരോ ശരീരത്തിനകത്തിരിക്കുന്ന എന്നെയാണ് ഇവർ പീഡിപ്പിക്കുന്നത് എന്ന് കൃഷ്ണൻ പറയുന്നു ഗീതയിൽ. അപ്പോൾ വാസ്തവത്തിൽ സനാതന ധർമ്മത്തിൽ, ഭാരതീയ ധർമ്മശാസ്ത്രത്തിൽ ശരീരത്തെ പീഡിപ്പിച്ചുകൊണ്ട് ചെയ്യുന്നതെല്ലാം തന്നെ നമ്മുടെ ധർമാചാര്യന്മാരുടെ ഭാഷയിൽ പറഞ്ഞാൽ അത് ആസുരികമായ ഇത്തരം അനാചാരങ്ങളുടെ ഗണത്തിലാണ് ധർമ്മശാസ്ത്രം പെടുത്തിയിട്ടുള്ളത്. ഇത് സന്ദീപാനന്ദഗിരിയുടെ അഭിപ്രായമല്ല, ഇത് ധർമ്മശാസ്ത്രത്തിന്റെ അഭിപ്രായം. അതുകൊണ്ടാണ് ഭഗവത്ഗീത 17-ാം അധ്യായത്തിൽ 5ഉം 6ഉം ശ്ലോകങ്ങൾ അതിനെ ഇത്തരത്തിലുള്ള സമ്മതി നൽകുന്നു എന്ന് പറഞ്ഞു. തീർച്ചയായും ഞാൻ താങ്കളിലേക്ക് തിരികെ എത്താം. ഫാദർ തോമസ് PD, ഒരു പക്ഷേ വിശ്വാസികൾ ഓരോ പ്രാദേശികമായ തലങ്ങളിലും ഈ കുത്തിയോട്ടം പോലെയുള്ള ആചാരങ്ങൾ തന്നെ ഏതാനും ചില ക്ഷേത്രങ്ങളിലാണ് നടക്കുന്നത് എന്നത് നമുക്കറിയാം. കേരളത്തിൽ ഒട്ടാകെ നടക്കുന്നു എന്ന് പറയാൻ സാധിക്കില്ല. ഒരു പക്ഷേ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇതിന് വിഭിന്നമായ ആചാരങ്ങളാണ്. ഇതിനൊന്നും നിയതമായ കൃത്യമായ നിയമങ്ങളൊന്നുമില്ല എന്നുള്ളത് ഒരു ഭാഗത്ത്. ഒപ്പം മറ്റനവധിയായ ആചാരങ്ങൾ ഹൈന്ദവ സമൂഹത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ ഒരു പക്ഷേ പ്രായപൂർത്തിയായവർ അവരുടെ ഇഷ്ടാനുസരണം നടത്തുന്ന ആചാരങ്ങളാണ്. പക്ഷേ ഇവിടെ ഉപയോഗിക്കുന്നത് കുട്ടികളെയാണ് എന്നതുകൊണ്ട് തന്നെ ഇത്തരം ആചാരങ്ങൾ ഞാൻ ഒന്നുകൂടി എടുത്തു പറഞ്ഞുകൊള്ളട്ടെ, അത് ഏത് ജാതി മത സംഘടനയിൽ പെട്ടതാണ് എങ്കിൽ പോലും അത് നിർത്തലാക്കേണ്ട, നിരോധിക്കേണ്ട ഉത്തരവാദിത്തം അധികൃതർക്ക് ഇല്ലേ? തീർച്ചയായിട്ടും. അതായത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ മാഡം പറഞ്ഞതുപോലെ തന്നെ അവർക്ക് സ്വന്തമായിട്ട് അവരുടെ അഭിപ്രായം ചോദിച്ചുകൊണ്ടുകൂടെ, അതായത് കുട്ടികളുടെ അവകാശങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട അവകാശമാണ് പങ്കാളിത്ത അവകാശം.
കുട്ടികളുടെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുമ്പോൾ കുട്ടിയുടെ അഭിപ്രായം കൂടെ ആരാഞ്ഞുകൊണ്ട് വേണം എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇപ്പോൾ ഇത് കുഞ്ഞുങ്ങളായതിനാൽ തന്നെ അവരോട് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും വിശദീകരിച്ചാൽ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ശാരീരികമായിട്ടുള്ള പീഡനത്തിൻ്റെ ഒരു ഭാഗം കിടക്കുന്നതിനാൽ തന്നെ അതവർ അംഗീകരിക്കാനും അവർ ഏറ്റെടുക്കാനും ഒരു രീതിയിലുള്ള സാധ്യതയില്ല. മുതിർന്നവരുടെ കാര്യം വ്യത്യസ്തമാണ്. അവർക്ക് എല്ലാം അറിവോടുകൂടെ അവർക്ക് ആചാരങ്ങളോ അനുഷ്ഠാനങ്ങളോ ചെയ്യുന്നതിൽ പ്രശ്നമില്ല. തീർച്ചയായിട്ടും ഇവിടെ ഒരു ബാലാവകാശ ലംഘനമുണ്ട്. ബാലനീതി നിയമം സെക്ഷൻ 75 പ്രകാരം 3 വർഷം വരെ തടവും 1 ലക്ഷം രൂപ പിഴയും കിട്ടാൻ സാധ്യതയുള്ള രീതിയിലുള്ള കുട്ടികൾക്കെതിരെ ഉള്ള ഉപദ്രവം അല്ലെങ്കിൽ ക്രൂരത കുട്ടികൾക്കെതിരെ എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിക്കാൻ പറ്റുന്നതാണ്. തീർച്ചയായിട്ടും ശ്രീലേഖ മാഡം പറയുന്നതുമായിട്ട് ഞാൻ യോജിക്കുക തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞുങ്ങളുടെ അവകാശ ലംഘനം തീർച്ചയായിട്ടും ഇതിലുണ്ട് എന്നുള്ളതിൽ തീർച്ചയായിട്ടും നമ്മൾ കൃത്യമായിട്ട് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമുക്ക് എല്ലാ മതങ്ങൾക്കും അതിൻ്റെതായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഉണ്ട്. പക്ഷെ നമ്മൾ ഈ പുതിയ ലോകത്തിൽ, ഈ ആധുനിക ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആചാരവും അനുഷ്ഠാനവും വിശ്വാസവും തമ്മിൽ വേർതിരിക്കേണ്ട ആവശ്യമുണ്ട്. വിശ്വാസം എന്നുള്ളതൊരു ബന്ധമാണ്, ദേവിയുമായിട്ടുള്ള ബന്ധം. അതിൽ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അതിൻ്റെ ചില ഭാഗങ്ങളാണെങ്കിലും അതിനകത്ത് ഈ മോശമായിട്ടുള്ളത് തിരുത്തേണ്ടത് ആവശ്യമാണ്. അതിനുള്ള നടപടികൾ ഒരുമിച്ച് ആലോചിച്ചുകൊണ്ട് തീരുമാനിച്ച് ചെയ്യേണ്ടത് തന്നെയാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. റൈറ്റ്. ശ്രീ രാഹുൽ ഈശ്വർ, ഒരുപക്ഷെ താങ്കൾ കേട്ട് കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. എന്തുകൊണ്ട് ശ്രീലേഖ IPS ആ നിലയിൽ കൂടി അതിൻ്റെ വകുപ്പുകൾ കൂടി ഉദ്ധരിച്ചു എന്ന് ഇപ്പോൾ താങ്കൾക്ക് മനസ്സിലായി കാണുമോ? രണ്ട് കാര്യങ്ങളാണ്. ഫാദർ തോമസിനോട് എനിക്ക് ഏറ്റവും ആദരവാണ്, ശ്രീ സന്ദീപ് ചൈതന്യനോടും ആദരവാണ്. സാധാരണ ഒരു ഭക്തന്റെ രീതിയിൽ 3 വർഷം അത്തരം പണിഷ്മെന്റ് എനിക്ക് തരും എന്നൊക്കെ ആരെങ്കിലും പറയുകയാണെങ്കിൽ എൻ്റെ മോനാണ്, അത് ഏറ്റുവാങ്ങാൻ തയ്യാറാണ്, നിങ്ങൾ നോക്കണ്ട എന്ന ധാർഷ്ട്യത്തോടി സാധാരണ ഒരു ഭക്തന്റെ വൈകാരിക വിക്ഷോഭത്തോടുകൂടി ഞാൻ പറയുമായിരുന്നു. പക്ഷേ രണ്ടുപേരുടെയും ഉദ്ദേശശുദ്ധി നല്ലതാണ് എന്നുള്ളത് കൊണ്ട് ഒരിക്കലും ആ ഭാഷയിൽ പറയാതെ ഇത്തരം ആചാരാനുഷ്ഠാനങ്ങൾ പിന്തുടരാൻ ആർട്ടിക്കിൾ 25, 26 എനിക്ക് സ്വാതന്ത്ര്യം നൽകുന്നുണ്ട്. എൻ്റെ മകന്റെ കാര്യവും എൻ്റെ കുടുംബത്തിന്റെ കാര്യവും ഒരു വിശ്വാസി എന്ന രീതിയിൽ നോക്കാൻ എനിക്കറിയാം. പക്ഷേ ശ്രീ രാഹുൽ ഈശ്വർ, ഞാൻ ആവർത്തിക്കുന്നു, പക്ഷേ കുട്ടിയെ പീഡിപ്പിക്കുകയോ ആ കുട്ടിയെ വേദനിപ്പിക്കുകയോ ഒക്കെ ചെയ്യുന്ന തരത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടാകാൻ സാധിക്കുമോ? അത് ഏത് ആചാരത്തിന്റെ പേരിൽ ആണെങ്കിലും അവിടെയാണ് എല്ലാ മതവിഭാഗങ്ങളിലും ഇത്തരം വളരെ കൗതുകമാർന്ന പല ആചാരങ്ങളുമുണ്ട്. ആ ആചാരങ്ങളുടെ ഡെപ്തിലേക്ക് ഞാൻ പോകുന്നില്ല. കാര്യം എല്ലാ മതവിഭാഗങ്ങളിലുമുണ്ട്. ഹിന്ദു ആകട്ടെ, ക്രിസ്ത്യൻ ആകട്ടെ, ഇസ്ലാം ആകട്ടെ, അവരുടെ എല്ലാം ഉള്ളിൽ ശരീരത്തെ സംബന്ധിക്കുന്ന, ശരീരത്തോട് ബന്ധപ്പെട്ട് കിടക്കുന്ന, ശരീരത്തിന്റെ വ്യത്യസ്ത തലങ്ങളെ സ്പർശിക്കുന്ന ഒരുപാട് ആചാരാനുഷ്ഠാനങ്ങളും വിശ്വാസ പ്രക്രിയകളുണ്ട്. കാലാന്തരത്തിൽ ചിലതിനൊക്കെ ഒരു പരുവപ്പെടുത്തൽ ഉണ്ടാകാറുണ്ട്, ചിലതിന് കാര്യങ്ങൾ മാറാറുണ്ട്. പക്ഷേ അത്തരമൊരു ഇതിലേക്ക് കുറ്റം പറയാനോ ഒറ്റതിരിഞ്ഞ് ക്രൈം എന്ന് വിളിക്കാനോ ഒന്നും പോകുന്നതിൽ അർത്ഥമില്ല. ഭഗവത്ഗീത കോട്ട് ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഭഗവത്ഗീത കുട്ടികളെല്ലാം പഠിക്കണമെന്നാണ് ഞങ്ങൾ എല്ലാ അമ്പലത്തിലും പോയി പറയുന്നത്. പക്ഷെ അതോടൊപ്പം ജ്ഞാനയോഗം മാത്രമല്ല, ഭക്തിയോഗവും ധ്യാനയോഗവും അല്ലെങ്കിൽ രാജയോഗവും അല്ലെങ്കിൽ കർമ്മയോഗവും അടക്കം വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ ഗീതയ്ക്കും ഭാരതീയ സാംസ്കാരിക പൈതൃകത്തിനും ഉണ്ട്. അതുകൊണ്ടാണ് മഹാജ്ഞാനിയായ വിവേകാനന്ദന്റെ ഗുരു സാത്വിക ബ്രാഹ്മണനും പൂജാരിയുമായിരുന്ന ശ്രീരാമകൃഷ്ണ പരമഹംസനാണ്. അപ്പം വ്യത്യസ്ത പാതകളുണ്ട്. ഭാരതത്തിന്റെ ബഹുസ്വരത അതാണ്. അൺലെസ് ഇറ്റ് ഈസ് എ ഗ്രോസ് വയലേഷൻ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഓൾവേസ് അതാണ് കോടതികൾ പറയുന്നത്. അതൊരു ഗ്രോസ് വയലേഷൻ അല്ലെങ്കിൽ കഴിയുന്നത്ര കോടതികൾ പോലും ഇതിനോട് ബഹുമാന പുരസരം സെൻസിറ്റീവായി പോവുകയും പരിഷ്കരണങ്ങൾ ഉള്ളിൽ നിന്ന് വരട്ടെ എന്ന സമീപനമാണ് സുപ്രീം കോടതി പോലും എടുക്കാറുള്ളത്. അപ്പൊ അതുകൊണ്ട് വീണ്ടും വിശ്വാസി എന്ന രീതിയിൽ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇതിനെ ക്രൈമെന്നോ ക്രിമിനൽ മെന്റാലിറ്റി എന്നോ 3 വർഷമെന്നോ ഒക്കെ പറഞ്ഞ് ഒരു ഭീഷണിയുടെ സ്വരത്തിൽ ആരെങ്കിലും ആ സംശയം തന്നെയാണ് ഞാൻ ഉന്നയിച്ചത്. അത്തരം പരിഷ്കരണങ്ങൾക്ക് സമയമായില്ലേ രീതിയിൽ ചിന്തിക്കണം. പരിഷ്കരണങ്ങൾക്ക് ഒരു സ്വരമുണ്ട്. പരിഷ്കരണങ്ങൾക്ക് ഭീഷണിയുടെയോ അല്ലെങ്കിൽ ഈ വർഷങ്ങളുടെ ഭാഷയോ അല്ല. ഈ ആറ്റുകാലമ്പലത്തിന് ഞങ്ങളൊക്കെ വിശ്വാസികളായി 10-30 ലക്ഷം സ്ത്രീകളും അവരെ പിന്തുടരുന്ന 19 ലക്ഷം 60 ലക്ഷം ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ഞങ്ങളെ എല്ലാം ഒരു പിന്തിരിപ്പന്മാരെന്നോ ഒന്നും ചിത്രീകരിച്ചുകൊണ്ട് ആരും ഒരു പരിഷ്കരണത്തെ കുറിച്ച് സംസാരിക്കുന്ന ദൗർഭാഗ്യകരമാണ്. ഒരിക്കലും. ശ്രീ ES ബിജു, ഇവിടെ ഒരു സജീവമായ ചർച്ചയ്ക്കാണ് ശ്രീമതി
ശ്രീലേഖ IPS തുടക്കം കുറിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർ സ്വയം ഭക്തയാണ് എന്ന് ആവർത്തിക്കുന്നുണ്ട് അവരുടെ ബ്ലോഗിൽ. അതിനെ മാറ്റി നിർത്തുകയല്ല, ഞാൻ ആറ്റുകാൽ അമ്മയുടെ ഭക്തയാണ് എന്ന് ആവർത്തിക്കുകയും എന്നാൽ കുട്ടികളോട് ചെയ്യുന്ന ഈ ക്രൂരതയോട് യോജിക്കാനാവില്ല എന്ന് പറയുമ്പോൾ അതേ ഹൈന്ദവ ബോധം ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെയാണ് ശ്രീലേഖ പറയുന്നത്. ഞാൻ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചു, ഇത്തരം ആചാരങ്ങൾ മാറ്റപ്പെടേണ്ട കാലഘട്ടമാണ് എങ്കിൽ അത് മാറ്റപ്പെടുന്ന സമ്പ്രദായം ഹൈന്ദവ സമൂഹം സ്വീകരിച്ചിട്ടുണ്ട്. ഈ രാഹുൽ ഈശ്വറിനെ പോലെയുള്ളവർക്ക് അത് കൃത്യമായി അറിയാം. ശബരിമലയിലെ ദർശന സമയത്തിൽ പോലും അവിടുത്തെ തിരക്ക് പരിഗണിച്ചുകൊണ്ട് എത്രയോ തവണ മാറ്റങ്ങൾ വരുത്തിയിരിക്കുന്നു. എന്തുകൊണ്ട് ആറ്റുകാൽ പോലെ ഒരു ക്ഷേത്രത്തിൽ ഇത്തരത്തിൽ കുട്ടികളുടെ കണ്ണീർ വീഴ്ത്തിക്കൊണ്ടുള്ള ഒരു ആചാരവും അവിടെ വേണ്ട എന്ന തീരുമാനത്തിലേക്ക് സധൈര്യം ഹിന്ദു സമൂഹത്തിന് എത്തിപ്പെടാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് സംശയം. അനാചാരങ്ങൾ നടക്കുന്നുവെങ്കിൽ അനാചാരങ്ങൾ മാറ്റുക എന്ന ആ പ്രക്രിയ ആര് അതിന് നേതൃത്വം നൽകിയാലും അതിനെ സ്വാഗതം ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്റേത്. അനാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലപാടെടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ്. ഹിന്ദു സമാജം അതിന് നേതൃത്വം കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ കുറ്റകരമായ നിയമം അല്ലെങ്കിൽ ബാലപീഡനം എന്നൊക്കെ പറയുന്നുവല്ലോ. ഇപ്പൊ ഈ കാര്യത്തിന് വേണ്ടി നിയമങ്ങൾ പറയുന്നു, അതിന്റെ വകുപ്പുകൾ പറയുന്നു, ശിക്ഷാ നിയമം പറയുന്നു, അതിന്റെ പണിഷ്മെന്റ് പറയുന്നു, എല്ലാം പറയാണ്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ആദ്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതുപോലുള്ള പല സംഭവങ്ങളും ഉണ്ട്, കുട്ടികളെ പീഡിപ്പിക്കുന്ന പല സംഭവങ്ങളും. അതിലൊന്ന് നമ്മളൊന്നും അതൊരു കുറ്റകരമായി കാണാത്ത ചെറിയൊരു കാര്യം ഞാൻ സൂചിപ്പിക്കാം. ആ ശ്രീലേഖ വളരെ ചെറിയ പ്രായത്തിലായിരുന്നപ്പോൾ പെൺകുട്ടിയാണ് എന്നുള്ളത് കൊണ്ട് ആദ്യമായി ശ്രീലേഖയുടെ കാതുകുത്തിയതും അതുപോലെ ആറ്റുകാൽ നടക്കുന്ന ആ കുത്തിയോട്ടത്തിന്റെ ഭാഗമായിട്ടുള്ള അവിടെ ആ ചാട് കിട്ടുന്നതും തമ്മിൽ നോക്കുമ്പോൾ ആ കാതുകുത്തുന്ന ആ സംഭവത്തിനാണ് വേദന കൂടുതൽ. അത് കൃത്യമായ സ്ഥാനത്ത് അല്ല കുത്തുന്നതെങ്കിൽ ആ കാത് മാംസം തുളച്ചിറങ്ങാണ്. അത് ചെയ്ത സ്വർണ്ണപ്പണിക്കാരനെതിരെ കേസെടുക്കണ്ടേ? സ്വർണ്ണപ്പണിക്കാർ എല്ലാവരെയും ജയിലിലടക്കേണ്ടി വരും DGP ശ്രീലേഖയ്ക്ക്. അതുപോലെ ശ്രീലേഖയെ കൊണ്ടുപോയി സ്വർണ്ണപ്പണിക്കാരന് മുമ്പിൽ ഇരുത്തി കാതുകുത്തിയ ശ്രീലേഖയുടെ അമ്മയും അച്ഛനെതിരെ കേസെടുക്കേണ്ടി വരും. കേരളത്തിലെ പെൺകുട്ടികൾ മക്കളായിട്ടുള്ള എല്ലാ അമ്മമാർക്കെതിരെയും കേസെടുക്കേണ്ടി വരും. അതുപോലെ തന്നെ വേറൊരു ബാലപീഡനം, ഞാനിത് പറയുമ്പോൾ ഹിന്ദു ഐക്യവേദിക്കാരൻ പറയുന്നത് അത് വർഗീയമായി കണ്ടു പറയാണെന്ന് പറയരുത്. കേരളത്തിലെ ഇസ്ലാമിക സമൂഹം അവരുടെ മതത്തിലേക്ക് ആ കുട്ടികൾ അവരുടെ ആചാരങ്ങൾ പഠിച്ചു വരുന്നതിന് മുമ്പ് സുന്നത്ത് കല്യാണം നടത്തും. അത് എത്ര ഭീകരമായൊരവസ്ഥയാണ്, എത്ര ദിവസമാണ് അവർക്ക് കഴിയേണ്ടി വരുന്നത്. അത് ബാലപീഡനമല്ലേ? ഇപ്പൊ ഇവിടെ ചർച്ചയിൽ പങ്കെടുത്ത ബാലാവകാശ നിയമം പറഞ്ഞ തോമസ് പി.ഡി. മാഷിനും അതുപോലെ മറ്റ് ആളുകളുമൊക്കെ ഈ കാര്യത്തിൽ എന്തെങ്കിലും പറയാൻ തയ്യാറുണ്ടോ? ശ്രീലേഖ നാളെ പറയണം. സുന്നത്ത് കല്യാണം നടത്തുന്നവർക്കെതിരെ ബാലാവകാശ നിയമം അനുസരിച്ച് കേസ് നാളെ മുതൽ എടുക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെടുമെന്ന് പറയാൻ തയ്യാറുണ്ടോ? ഈ ബാലാവകാശ കമ്മീഷൻ സുന്നത്ത് കല്യാണം നടക്കുന്നവർക്കെതിരെ കൊച്ചുകുട്ടികളുടെ കാതുകുത്തുന്ന ആ ചടങ്ങ്, ആ കുട്ടികളെ സുന്ദരിയാവുന്നതും അവരെ ഓമനത്വം ഉണ്ടാകുന്നതൊക്കെ അവരുടെ കാതിൽ ആഭരണങ്ങൾ വരുമ്പോഴാ അത് വലിയ പീഡനമാണെന്ന് പറഞ്ഞാൽ അതിനെ അംഗീകരിക്കാൻ പറ്റുമോ? ആറ്റുകാലിൽ അനാചാരം നടക്കുന്നുണ്ടോ? അനാചാരം നടക്കുന്നുണ്ടെങ്കിൽ അനാചാരം മാറേണ്ടതാണ്. ഇത് അനാചാരമല്ല. ഇവിടെ ശൂലവും വലിയ കുന്തവും ആ ഒരു കൊച്ചുകുട്ടികളുടെ ശരീരത്തിലേക്ക് കുത്തിക്കയറ്റുന്നു എന്ന നിലയിലാണ്, ഞാൻ ഭാഷ മോശമായിട്ട് പറയല്ല, കുത്തിക്കയറ്റുന്നു എന്ന നിലയ്ക്കാണ് ശ്രീലേഖയും അതുപോലുള്ള ചർച്ചകളുടെ ചില ആളുകളും പോകുന്നത്. അതെന്ത് വിശ്വാസത്തിന്റെ പേരിലാണ് എന്നതാണ് ഇപ്പോഴും ഞാൻ താങ്കളിലേക്ക് വരാം. ഫാദർ തോമസ്, ഒരു പക്ഷേ ഈ ഒരു ചോദ്യം ഈ ചർച്ചയിൽ നേരത്തെ തന്നെ ഉണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. കാരണം ഞാൻ താങ്കളിലേക്ക് വരാം വളരെ പെട്ടെന്ന്. വർഷങ്ങളായി തുടർന്നു വരുന്ന ഈ ആചരണം നിയമം കൊണ്ട് മാറ്റാൻ സാധ്യമല്ല. ഞാൻ താങ്കളിലേക്ക് വരാം. ഫാദർ, ഈ വിഷയം ന്യൂസ് 18 ചർച്ച ചെയ്യുന്നു എന്നത് സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നൽകുമ്പോൾ അതിന് പിന്നാലെ വന്ന കമന്റുകളിൽ ചിലത് മാത്രമാണ് ഇപ്പോൾ ശ്രീ ബിജു ഉയർത്തി കാണിച്ചത്. ഒരു കാര്യം ഞാൻ ആവർത്തിച്ചു കൊള്ളട്ടെ, കേരളത്തിലെ മാധ്യമങ്ങൾ ഇതിനു മുമ്പും ഇത്തരം വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. തിരുകേശ വിവാദം ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾ സജീവമായി ചർച്ച ചെയ്തിരുന്നു. അന്ന് ന്യൂസ് 18 കേരളം ആരംഭിച്ചിട്ടില്ല എന്ന് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. പിന്നീട് കേരളത്തിലെ ചില ഇസ്ലാമിക കുടുംബങ്ങളിൽ ചേലാകർമ്മം പോലെയുള്ളവ നടക്കുന്നു എന്നത് ന്യൂസ് 18 ചർച്ച ചെയ്തിട്ടുള്ളതാണ്. സീറോ മലബാർ സഭയിലെ ഭൂമി തട്ടിപ്പിൽ വിശ്വാസികൾ രംഗത്തു വന്നു എന്ന വിഷയം ന്യൂസ് 18 ചർച്ച ചെയ്തിട്ടുള്ളതാണ്. ഇതൊന്നും ഏതെങ്കിലും ജാതിയുടെയോ മതത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ സ്ഥാപിത താല്പര്യവുമായല്ല ചർച്ച ചെയ്യുന്നത്. ഒരു ജയിൽ ഉദ്യോഗസ്ഥ
ഒരു വിഷയം അവതരിപ്പിക്കുന്നു, ആ വിഷയം സജീവമായി ചർച്ചയ്ക്ക് വരുന്നു, ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ബാലാവകാശ കമ്മീഷൻ കേസെടുക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ന്യൂസ് 18 ഈ വിഷയം ചർച്ച ചെയ്യുന്നത് എന്ന് ഓർമ്മിപ്പിക്കുന്നു. ഒപ്പം ശ്രീ ബിജു പറഞ്ഞ കാര്യങ്ങളിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ കമന്റുകളിൽ പോലും ഉണ്ടായിരുന്നു, പെൺകുട്ടികൾക്ക് കാതുകുത്തുന്നത് പീഡനമായി കാണേണ്ടി വരില്ലേ? സുന്നത്ത് കല്യാണവും ചേലാകർമ്മവും പീഡനമായി കാണേണ്ടി വരില്ലേ? ചില കുടുംബങ്ങൾ പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ അവരെ ദൈവത്തിൻ്റെ മണവാട്ടിയാക്കിക്കൊള്ളാമെന്ന് രക്ഷിതാക്കൾ തീരുമാനിക്കുന്ന തരത്തിൽ ക്രൈസ്തവ കുടുംബങ്ങളും ഇല്ലേ? ഇവർക്കൊക്കെ എതിരെ കേസെടുക്കേണ്ടി വരില്ലേ? ഇത് ഒക്കെ നിയമത്തിൻ്റെ കീഴിൽ അല്ലേ എന്ന ചോദ്യവും ചോദിച്ചു. ഫാദർ തോമസ്, താങ്കളോടാണ് എൻ്റെ ചോദ്യം. അവസാന ഭാഗം കേട്ടില്ല. ഹലോ, കേൾക്കാമോ? ഇത്തരം നടപടികൾ എല്ലാ വിഭാഗങ്ങളിലും നടക്കുന്നുണ്ട്. സുന്നത്ത് കല്യാണം പോലെയുള്ളവ, ചേലാകർമ്മം പോലെയുള്ളവ, ഒരുപക്ഷെ ജനിക്കുന്നത് പെൺകുട്ടിയെങ്കിൽ ആ ദൈവത്തിൻ്റെ മണവാട്ടിയാക്കിക്കൊള്ളാമെന്ന് രക്ഷിതാക്കൾ എടുക്കുന്ന തീരുമാനം, ഇതൊക്കെ നിയമപരമായി ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? തീർച്ചയായിട്ടും ബാലാവകാശ ലംഘനം എവിടെയുണ്ടോ അത് ചോദ്യം ചെയ്യപ്പെടേണ്ടത് തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഒരു ചർച്ചയ്ക്കായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഒരു വിഷയമാണ്. ഇതുപോലെ തന്നെ ഏത് മതത്തിന്റെ ആചാരമായാലും അത് കുട്ടികൾക്കെതിരെ ഉള്ള കുട്ടികളുടെ അവകാശ ലംഘനത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു ചർച്ചയ്ക്ക് ഇട കൊടുക്കാൻ പറ്റുന്ന കാര്യവും ഒരുമിച്ച് ഒരു തീരുമാനത്തിൽ എത്തേണ്ട കാര്യവുമാണ്. തീർച്ചയായിട്ടും ഇത് വലിയ ഇപ്പോൾ കുത്തിയോട്ടത്തെക്കുറിച്ച് പറയുമ്പോഴത്തേനും ഹിന്ദു മതത്തിന്റെ വലിയ ഒരു കേരളത്തിൽ മൊത്തമായിട്ട് നടക്കുന്ന, സൗത്ത് ഇന്ത്യ മൊത്തമായിട്ട് നടക്കുന്ന വലിയൊരു ഇതിന്റെ ഭാഗമാണ് ഇത് തന്നെ, അതായത് പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഒരു മിനിറ്റ് കൊണ്ടോ ഒരു നിമിഷം കൊണ്ടോ അതിനകത്തൊരു തീരുമാനമെടുക്കുക എന്നതിനേക്കാൾ ഉപരി എവിടെയാണോ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നമ്മുടെ ഏത് മതമെടുത്താലും ആചാരത്തെക്കാൾ ഉപരി വിശ്വാസത്തിന് നമ്മൾ പ്രാധാന്യം കൊടുക്കണം. വിശ്വാസം എന്ന് പറയുന്നത് ഒരു ബന്ധമാണ്. ദേവിയായിട്ടോ അള്ള ആയിട്ടോ ദൈവമായിട്ടോ ഉള്ള ഒരു ബന്ധമാണ്. അവിടെ ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ അത് മീനിങ്ഫുൾ ആകണമെങ്കിൽ, അർത്ഥവത്താകണമെങ്കിൽ അതിനെ നമ്മുടെ ഈ വിശ്വാസവുമായിട്ട് വളരെ ക്ലോസ്. നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ഏത് മതത്തിൻ്റെ കാര്യം എടുത്താലും നമ്മൾ ആചാരങ്ങളിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്, അനുഷ്ഠാനങ്ങളിലേക്കാണ് കൂടുതൽ വിശ്വാസങ്ങളോ ജീവിതത്തിൽ അത് വരുത്തുന്ന മാറ്റങ്ങളോ നമ്മുടെ ജീവിതത്തെ ബാധിക്കാത്ത രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. അപ്പം നമുക്ക് ഏത് മതത്തിൻ്റെ ആണെങ്കിലും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും മോശമാണെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് ഒരു ആധുനിക പരിഷ്കൃത സമൂഹത്തിന് വേണ്ടപ്പെട്ട കാര്യം തന്നെയാണ് എന്നതാണ് എൻ്റെ അഭിപ്രായം. തീർച്ചയായും അതിൽ ജാതി മത വ്യത്യാസത്തിന്റെ ആവശ്യമില്ല എന്നാണ് ഫാദർ പറയുന്നത്. പ്രധാനപ്പെട്ട ചോദ്യം പ്രേക്ഷകരോട് ഉന്നയിച്ചത് കുത്തിയോട്ടം നിർത്തലാക്കണോ എന്നുള്ളതായിരുന്നു. 62% പ്രേക്ഷകരും കുത്തിയോട്ടം നിർത്തലാക്കണം എന്നാണ് ഓൺലൈൻ വഴി അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. 38% പ്രേക്ഷകർ മാത്രമാണ് നിർത്തലാക്കേണ്ട എന്ന് അഭിപ്രായപ്പെടുന്നത്. സ്വാമി സന്ദീപ് ചൈതന്യ, ഇവിടെ ഒരുപക്ഷെ ഈ ചർച്ചയിലുടനീളം ശ്രദ്ധിച്ച ഒന്ന്, ഒരുപക്ഷെ നമ്മുടെ സംസ്ഥാനത്തിന്റെ ഇപ്പോഴത്തെ ഒരു സവിശേഷത അറിയാം. സ്വന്തം കുട്ടിയെ സ്കൂളിൽ വിടുമ്പോൾ അവൻ ഏതെങ്കിലും തരത്തിൽ തെറ്റ് ചെയ്താൽ ഒരു അധ്യാപകൻ ശാരീരികമായി ശിക്ഷിച്ചാൽ പോലും അതിനെ ചോദ്യം ചെയ്യുന്നവരാണ് നമ്മുടെ മാതാപിതാക്കൾ എന്നിരിക്കെയാണ് ഇത്തരം ആചാരങ്ങൾക്ക് കുട്ടികളെ വിധേയരാക്കുന്നത് എന്ന സവിശേഷത കൂടിയുണ്ട്. ഇതിനെ ചോദ്യം ചെയ്യുന്നവരെ മറുചോദ്യം ചോദിച്ച് നിർത്താനും സാധിക്കുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കാതുകുത്തുന്നതടക്കമുള്ള സർവ്വമതസ്ഥരും ചെയ്യുന്ന ചില പ്രക്രിയകളെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ഒപ്പം വിശ്വാസത്തിൻ്റെയോ ആചാരത്തിൻ്റെയോ പേര് പറഞ്ഞാൽ പിന്നെ ആരും അതിനെ ചോദ്യം ചെയ്യില്ല എന്ന ഒരു തോന്നൽ കൂടി പൊതുസമൂഹത്തിന്, വിശ്വാസികൾക്കുണ്ടോ? അതെ, ആ പഴുതുപയോഗിച്ചാണ് ഇതൊക്കെ വളരെ നന്നായിട്ട് ഇവിടെ നടക്കുന്നത്. നമ്മുടെ ഒരു അഭിപ്രായത്തിൽ ഇതെല്ലാം തന്നെ കോടതി നിരോധിക്കപ്പെടേണ്ടതാണ്. ഒരു കുട്ടി വലുതാവുമ്പം, പ്രായപൂർത്തിയാവുമ്പം അവന് തോന്നുകയാണ് സുന്നത്ത് ചെയ്യണമെങ്കിൽ അവൻ ചെയ്യട്ടെ.
അതിപ്പോൾ എല്ലാറ്റിലും ഒരു കന്യാസ്ത്രീ ആവണം എന്ന് ഒരു പെൺകുട്ടിക്ക് തോന്നുന്ന സമയത്ത് അവൾ അത് ചെയ്യട്ടെ. അച്ഛനും അമ്മയും അല്ലല്ലോ തീരുമാനിക്കേണ്ടത്. ഈ കുട്ടികളെ നമ്മൾ ഈ കുട്ടികളോടുള്ള പീഡനം ഇതൊന്നുമല്ല. ഇപ്പോൾ താലപ്പൊലി ഏന്തിയിട്ട് ഉച്ചയ്ക്ക് ഇങ്ങനെ വല്ലവരെയും കാത്തിരിക്കുക, ശ്രീകൃഷ്ണ വേഷം കെട്ടിയിട്ട് കണ്ടിട്ടില്ലേ കുട്ടികളെയൊക്കെ ഓരോന്നിൻ്റെ മുകളിൽ കെട്ടി തൂക്കിയിട്ടിട്ടൊക്കെ മണിക്കൂറുകൾ വെയിൽ കൊണ്ടിട്ട്. മതങ്ങൾ ഇത്തരം വൃത്തികേടുകൾ, പീഡനങ്ങൾ വളരെ നന്നായി ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഈശ്വരന്റെ പേരും പറഞ്ഞിട്ടാ. പക്ഷെ നമുക്ക് ഈ ഹിന്ദു മതത്തിൽപ്പെട്ട ആളുകളോട് പറയാൻ ഉള്ളത്, നമ്മുടെ ധർമ്മശാസ്ത്രം ഇതിനങ്ങനെ ഒരു സമ്മതി നൽകുന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെയൊക്കെ ഒരു തോന്നലുണ്ടാവാം. അവരോടാണ്, നമുക്ക് ആ അമ്മമാരോടാണ് പ്രേമപൂർവ്വം പറയാനുള്ളത്. നോക്കൂ, കൃഷ്ണനെ നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ, കൃഷ്ണന്റെ വാക്കുകളിൽ വിശ്വാസം ഉണ്ടെങ്കിൽ, ഇനി ഭക്തിയോഗത്തിലാണ് കൃഷ്ണൻ പറയുന്നതെങ്കിൽ കൃഷ്ണൻ പറയുന്നത് എന്താണെന്നറിയോ? 12-ാം അധ്യായം ഗീതയിലുണ്ട്, അദ്വേഷ്ട സർവഭൂതാനാം എന്നാണ്. ഒന്നിനോടും ഒരു തരത്തിലുള്ള പീഡനവും ഏൽപ്പിക്കരുത് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് അമ്മമാരെ, നിങ്ങളോട് നമ്മൾ പറയട്ടെ, ഇതിൽ പറഞ്ഞിട്ടുള്ളത് ശരീരത്തിലിരിക്കുന്ന എന്നെ പീഡിപ്പിക്കുന്നു എന്നാ പറയണത്. അത് തികഞ്ഞ ആസുരികവും അധാർമികവുമായിട്ടുള്ളതാണ് എന്ന് ധർമ്മശാസ്ത്രം അനുശാസിക്കുന്നുണ്ട്. അതുകൊണ്ട് ധർമ്മശാസ്ത്രം ഇതിന് സമ്മതി നൽകുന്നില്ല എന്നുള്ള കാരണം കൊണ്ട് തന്നെ നിങ്ങൾ ഇതിൽ നിന്ന് പിൻവാങ്ങണം. പിന്നെ പല ദുരാചാരങ്ങളും ഇതേപോലെ ഭക്തിയാണ്, അതാണ് ഇതാണെന്ന് പറഞ്ഞു ഇവിടെ നടക്കുന്നുണ്ട്. ഇപ്പൊ പലതും ഉണ്ട്. ഇപ്പൊ കാതുകുത്ത് എന്ന് പറയുന്നത് കുട്ടി വലുതാവുമ്പം വേണമെങ്കിൽ കുത്തിയാൽ മതി. കാതിൽ മാത്രമല്ലല്ലോ ഇപ്പോഴത്തെ കുട്ടികൾ കുത്തുന്നത്, ആൺകുട്ടികൾ കുത്തുന്നുണ്ട്. അവർ മൂക്കിൽ കുത്തുന്നു, ചുണ്ടിൽ കുത്തുന്നു, നാവിൽ കുത്തുന്നു. അത് കാലത്തിന് വലുതാവുന്ന സമയത്ത് ആ കുട്ടിക്ക് തോന്നിയാൽ അപ്പൊ ചെയ്താൽ മതിയല്ലോ. ആൺകുട്ടികളൊക്കെ വലുതാവുമ്പോൾ ചെയ്യുന്നതല്ലേ. ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് വിശ്വാസത്തിന്റെ മറവിൽ ചെയ്യുന്ന പ്രവൃത്തികളാണിത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബാലഗോകുല ദിനത്തിൽ ഒരു കുട്ടിയെ ഒരു വാഹനത്തിലെ ആലില കൃത്രിമമായി നിർമ്മിച്ച ഒരു ആലിലയ്ക്ക് മുകളിൽ മണിക്കൂറുകളോളം കിടത്തി ഘോഷയാത്ര നടത്തിയത് അന്ന് ചർച്ച ചെയ്യപ്പെട്ട ഒന്നാണ്. ഞാൻ ആവർത്തിക്കുന്നത്, ഒരു കുട്ടിയെ എന്തിന് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ശ്രീ രാഹുൽ ഈശ്വർ, രണ്ട് കാര്യങ്ങളാണ്. എനിക്കുള്ള മകൻ, ഞാനൊരു കല്യാണം കഴിച്ച് ഗൃഹസ്ഥനായി ജീവിക്കുന്ന വ്യക്തിയാണ്. എന്റെ മോനെ ഭഗവാൻ കൃഷ്ണന്റെ വേഷത്തിൽ കാണാനും അവനെ അതിൽ ഒരുക്കാനുമുള്ള അവകാശം എനിക്കുണ്ട്. അവൻ അവിടെ കിടക്കുന്നതിനേക്കാൾ എത്ര വലിയ ടോർച്ചറാണ്. ഞാൻ പറഞ്ഞോട്ടെ അതിന് തിരിച്ച് മറുപടി പറഞ്ഞോട്ടെ. അതിനേക്കാൾ എത്ര വലിയ ടോർച്ചറാണ് മനുഷ്യന് സഹജമായ ലൈംഗികത ഉപേക്ഷിച്ചുകൊണ്ട് അതാത് മത വസ്ത്രങ്ങളിലെ അവരുടെ ആത്മീയ വസ്ത്രമാണെന്ന് പറഞ്ഞ് വസ്ത്രം ധരിച്ച് കല്യാണം ഉപേക്ഷിച്ച് ബ്രഹ്മചാരികളാണെന്ന് പറഞ്ഞുകൊണ്ട്, ആണോ എന്ന് എനിക്കറിയില്ല, ബ്രഹ്മചാരികളാണെന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കുന്നത്, നൈസർഗികമായ ലൈംഗികതയെ അടിച്ചമർത്തുന്ന എത്ര വലിയ മനുഷ്യത്വരഹിതമായ ഒരു വാസനയാണ്. ഞങ്ങളൊക്കെ കല്യാണം കഴിച്ച് കുട്ടികളുണ്ടായി ഗൃഹസ്ഥരായി നല്ലവരായി ജീവിക്കുന്നവരാണ്. പക്ഷെ പലരും അങ്ങനെയല്ല. അപ്പോ അത് ശ്രീ രാഹുൽ ഈശ്വർ, ഈ ലൈംഗികതയൊക്കെ സ്വയം അടിച്ചമർത്തുന്നുണ്ടെങ്കിൽ അത് 18ാമത്തെ വയസ്സിൽ 18 വയസ്സിന് പ്രായപൂർത്തിയായി എന്ന് നിയമം അനുശാസിക്കുന്നതാണ്. അത് ഓരോരുത്തരുടെ വ്യക്തിപരമായ താല്പര്യമാണല്ലോ. എന്റെ ലൈംഗികതയെ ഞാൻ എങ്ങനെ വിനിയോഗിക്കണം, എനിക്ക് ലൈംഗികത അടിച്ചമർത്തണമെന്ന് സ്വയം തോന്നാം. അവിടെയാണ് പറഞ്ഞത് പറഞ്ഞോട്ടെ അതിന് 8 കല്യാണം കഴിച്ച 8 ഭാര്യമാരുണ്ടായിരുന്ന നല്ല ഗൃഹസ്ഥ ജീവിതം നയിച്ച ഭഗവാൻ കൃഷ്ണനെ കോട്ട് ചെയ്യുന്ന പലരും ശ്രീകൃഷ്ണൻ അങ്ങനെ അല്ല ജീവിച്ചത് എന്നോർക്കും നല്ലതാണ്. ശ്രീകൃഷ്ണന്റെ ആകമൊത്തം വ്യാഖ്യാനങ്ങൾ ഏതെങ്കിലും ഒരു പ്രത്യേക പാതയിലൂടെ മാത്രം കാണേണ്ടതല്ല. ശ്രീകൃഷ്ണൻ സർവ്വതല സ്പർശിയായ കാര്യങ്ങൾ വിശദീകരിച്ചൊരു വ്യക്തിയാണ്. അദ്ദേഹത്തിന്റെ ഏതെങ്കിലും 1-2 കൊട്ടേഷൻ എടുത്ത് ഭക്തിയുടെ അങ്ങനെ ഒരു പക്ഷേ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ഹിന്ദുമതവുമായി ബന്ധപ്പെട്ട ചില ആചാരങ്ങളായതുകൊണ്ടാണ്. ഏത് ഹൈന്ദവ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ ഏത് ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി ഇത്തരത്തിൽ കാലം മാറുമ്പോൾ വലിയ വാഹനങ്ങൾ ഉണ്ടാകും, ആ വാഹനത്തിന് പുറത്ത് ആലില കൃത്രിമമായി സൃഷ്ടിക്കണം, അവിടെ 2-3 വയസ്സുള്ള കുട്ടികളെ കിടത്തി പൊരുവെയിലത്ത് ഘോഷയാത്ര നടത്തണം എന്ന തരത്തിലൊക്കെ ആഹ്വാനം ചെയ്യുന്ന എന്ത് സന്ദേശവും ആചാരവുമാണ് നമുക്കുള്ളത്? അല്ലല്ല പൊരിവെയിലത്ത് ആരെയും നടത്തണമെന്നുള്ളതല്ല. മിനിസ്റ്റർമാർ വരുമ്പോൾ എത്രയോ നേരം താലപ്പൊലി എടുത്ത് എത്രയോ പെൺകുട്ടികൾ നിൽക്കുന്നു. അതിനേക്കാൾ അന്നൊരു രാഹുലീശ്വർ അവിടെ ശ്രദ്ധിക്കണം. സ്കൂളിലെ അസംബ്ലിക്ക് പോലും ഇത്തരം നേതാക്കൾക്ക് മുന്നിൽ പ്രസംഗത്തിന് കൊച്ചുകുട്ടികളെ ഇരുത്തരുത് എന്ന് നിയമമുണ്ട് നമ്മുടെ നാട്ടിൽ. അങ്ങനെ ഒരു നിയമം ഇപ്പോൾ നടപ്പിലായി കഴിഞ്ഞിരിക്കുന്നു. സ്കൂൾ അസംബ്ലിയിൽ പോലും കുട്ടികളെ നിർത്തരുത്. ഞാൻ ആവർത്തിക്കുന്നത് അതാണ് ശ്രീ രാഹുലീശ്വർ.
അവിടെയാണ് തിരിച്ചുള്ള മറുപടിയും. അതായത് കുട്ടികളുടെ പേരിൽ, ഭഗവാൻ കൃഷ്ണന്റെ പേരിൽ തങ്ങളുടെ രാഷ്ട്രീയം മുമ്പിലേക്ക് പ്രൊപ്പൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ബാക്കി ആർക്കും മനസ്സിലാവില്ല എന്ന് കരുതുന്ന ഒരു വിഡ്ഢിത്തം കാണിക്കരുത്. ഇത് എന്ത് ഉദ്ദേശിച്ചാണ് പറയുന്നതെന്നും എന്താണ് ഇതിന്റെ പിന്നിലെ രാഷ്ട്രീയ താല്പര്യമെന്നും കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കും മനസ്സിലാവില്ല എന്ന് പറയരുത്. ഒരു കാര്യമേ ഉള്ളൂ, എല്ലാ വിമർശനങ്ങളും എന്നും ഉൾക്കൊള്ളുന്ന സമൂഹമാണ് ഹിന്ദു സമൂഹം. എനിക്ക് ആദരപൂർവ്വം ഫാദറിനോടും സ്വാമിജി സന്ദീപാനന്ദഗിരിയോടും പറയാനുള്ള കാര്യം, ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവുമായി ബന്ധപ്പെട്ട് വന്ന ആചാരാനുഷ്ഠാനങ്ങളുടെ കാര്യത്തിൽ ആരെയും അറസ്റ്റ് ചെയ്യാൻ നിങ്ങൾ രണ്ടുപേരും പറഞ്ഞില്ല. അതേപോലുള്ള ഒരു ആദരവും വേണ്ട, അനാദരവ് ഹിന്ദു ആചാരാനുഷ്ഠാന പദ്ധതികളോട് കാണിക്കാതിരുന്നാൽ മതി. ആ അനാദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി മാത്രം ഇവിടെ ഹിന്ദു ഭൂരിപക്ഷ സമുദായം പ്രത്യേകിച്ച് ഒന്നും ചെയ്തിട്ടില്ല. ലക്ഷക്കണക്കിന് ജനങ്ങളുടെ വിശ്വാസമാണ്. ധർമാചാര്യന്മാർ, ഗുരുക്കന്മാർ, ആത്മീയ ആചാര്യന്മാർ, നാരായണ ഗുരുദേവനും വിവേകാനന്ദനും ഒക്കെ പറയുന്നത് കേട്ട്, ചട്ടമ്പി സ്വാമിയൊക്കെ പറയുന്നത് കേട്ട് ഒരുപാട് പരിവർത്തനങ്ങളിൽ പോകുന്ന സാധാരണ ഭക്തരാണ് ഞങ്ങൾ. പക്ഷേ ഞങ്ങൾക്കൊന്നും ബുദ്ധിയില്ല എന്നും ഏതെങ്കിലും പ്രത്യേക ടെക്സ്റ്റിലെ 3-4 വരി വായിച്ച് ആ വരിയിലൂടെ മാത്രമാണ് സഞ്ചരിക്കണം എന്ന് പറയുമ്പോൾ അതിന്റെ പിന്നിലെ ചില നിക്ഷിപ്ത താല്പര്യങ്ങൾ കേൾക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും എന്നും കൂടെ നമ്മൾ ഓർക്കണം. റൈറ്റ് ഫാദർ, ഒരു പക്ഷേ താങ്കളെ കോട്ട് ചെയ്താണ് രാഹുൽ ഈശ്വർ മറുപടി പറഞ്ഞത് എന്നതുകൊണ്ടാണ് ഇത്തരം അനാചാരങ്ങൾ മറ്റു മതങ്ങളിൽ നടക്കുമ്പോഴും അതിനെതിരെയൊക്കെ നിയമപരമായി നടപടിയെടുക്കുന്നുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചതുപോലെ സുന്നത്ത് എന്ന വിഷയത്തെ തന്നെ അടിസ്ഥാനമാക്കിയെടുത്താൽ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. അതായത് ഒരു കുടുംബത്തിൽ അച്ഛനും അമ്മയ്ക്കും തീർച്ചയായിട്ടും കുട്ടികളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാനും കുട്ടികളെ ഭംഗിയായിട്ട് വളർത്തിക്കൊണ്ട് വരുവാനുമുള്ള ഉത്തരവാദിത്വവും അതുപോലെ അവകാശവുമുണ്ട് തീർച്ചയായിട്ടും. പക്ഷേ ഒരു അച്ഛൻ ഒരു ദിവസം തൻ്റെ മോളെ ലൈംഗികമായിട്ട് ഉപദ്രവിച്ചുവെന്ന് വെച്ചോളൂ, അടുത്ത ദിവസം ഈ കുട്ടി ആ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ കൊച്ച് സംരക്ഷണവും പരിചരണവും ശ്രദ്ധയും പരിചരണവും ആവശ്യമുള്ള ചൈൽഡ് ഇൻ നീഡ് ഓഫ് കെയർ ആൻഡ് പ്രൊട്ടക്ഷനായി മാറി. പിന്നീട് അയാൾക്ക് ആ കുട്ടിയുടെ മേൽ അവകാശമില്ല. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്കോ ബാലനീതി സംവിധാനത്തിലോ ആണ് കുട്ടിയുടെ മേലുള്ള അവകാശം പിന്നീടുള്ളത്. അപ്പൊ ആ കാരണത്താൽ ഈ കുട്ടികൾക്ക് എതിരെ കുട്ടീനെ നല്ലതിന് വേണ്ടിയിട്ടാണെങ്കിലും കുട്ടീനെ ഉപദ്രവം ഏൽപ്പിക്കുന്ന കാര്യത്തിൽ തീർച്ചയായിട്ടും നിയമ നടപടി എടുക്കുവാനായിട്ട് ശ്രീ ഫാദർ തോമസ്, ആ രീതിയിലല്ല എന്റെ ചോദ്യം. അതായത് ക്ഷേത്രത്തിൽ നടക്കുന്ന ആചാരം എന്നത് ഒരു കുട്ടിയുടെ ദേഹത്ത് മുറിവേൽപ്പിക്കുന്നു. സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യമാണ്, പറഞ്ഞോളൂ രാഹുൽ ഈശ്വർ, ചോദിച്ചോളൂ. അല്ല, ഒറ്റ കാര്യമേ ഉള്ളൂ ഫാദർ. അല്ല, ഞാൻ എല്ലാ മുസ്ലിം സഹോദരങ്ങളുടെ പരിപാടിക്ക് പോകുന്നതാണ്. അവരുടെ ആചാരങ്ങളെ എല്ലാം വളരെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ഫാദർ. സുന്നത്ത് കല്യാണം ചെയ്യുന്നതിന് ഞാൻ ചോദിക്കുന്നതിന് എന്നോട് ക്ഷമിക്കുക. സുന്നത്ത് കല്യാണം ചെയ്യുന്നതിന് ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. അറസ്റ്റ് ചെയ്യണമെന്ന് അഭിപ്രായമുണ്ടോ? ആചാരാനുഷ്ഠാനങ്ങള് വളരെ എളുപ്പത്തിൽ ഒരു ദിവസം ഒരു നിയമം കൊണ്ടുവന്ന് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കില്ല. തീർച്ചയായിട്ടും നമുക്കിത് ഡിസ്കസ് ചെയ്ത് ഇപ്പൊ ഈ ഒരു വിഷയത്തിൽ നമ്മളൊരു ആരംഭം കുറിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും നമുക്കത് മുമ്പോട്ട് കൊണ്ടുപോകുമ്പോൾ തീർച്ചയായിട്ടും ഇത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് തീരുമാനങ്ങൾ എടുക്കണം എന്നുള്ളത് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ തീർച്ചയായിട്ടും 18 വയസ്സ് പൂർത്തിയായി കഴിയുമ്പോൾ ആൾക്കാർ കുട്ടികളെ സമർപ്പിക്കുന്ന ചടങ്ങിലൊക്കെ ആൾക്കാരെ അറസ്റ്റ് ചെയ്യണമെന്നാണ് ഫാദറിന്റെ അഭിപ്രായം. ഫാദറിന്റെ അഭിപ്രായം പള്ളിയിൽ ജനിക്കുന്ന കുട്ടികളെ, മൂന്നാമത് ജനിക്കുന്ന ആൺകുട്ടിയോ അല്ലെങ്കിൽ പെൺകുട്ടിയോ കർത്താവിന്റെ മണവാട്ടി ആക്കാവുന്ന ഏതെങ്കിലും അച്ഛനും അമ്മയും ക്രിസ്തുദേവനുള്ള വിശ്വാസം ഫാദറിന്റെ അഭിപ്രായം. പൂർണ്ണമായിട്ടും അതൊരു തെറ്റിദ്ധാരണയാണ് രാഹുൽ ഈശ്വർ. അത് പൂർണ്ണമായിട്ടും ഒരു തെറ്റിദ്ധാരണയാണ്. കാരണം 15 വയസ്സ് മിനിമം ഇല്ലാതെ 10ാം ക്ലാസ് പൂർത്തിയാകാതെ ഒരു കുട്ടിക്കും ഒരു കന്യാസ്ത്രീ മഠത്തിൽ ചേരാനായിട്ട് സാധിക്കുകയില്ല. 18 ആയില്ലല്ലോ. 15 വയസ്സ് 10ാം ക്ലാസ് തീരാതെ 10ാം ക്ലാസ് കഴിയാതെ തീർച്ചയായിട്ടും പറ്റത്തില്ല. അപ്പൊ ആ കുട്ടിക്ക് താല്പര്യം മാത്രമേ അവിടെ കണ്ടിന്യൂ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. ഏത് സമയത്ത് വേണമെങ്കിൽ കുട്ടിക്ക് തിരിച്ചു പോകാനായിട്ട് സാധിക്കും. 18 വയസ്സാകാതെ ഇന്ത്യൻ ഭരണഘടന ഒരു പൗരനെ മുതിർന്ന പൗരനായി അംഗീകരിക്കുന്നില്ലല്ലോ. അപ്പം 15ാം വയസ്സിൽ കൊടുക്കുന്ന എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. 15ാം വയസ്സിൽ ആരും ഫോഴ്സ് ചെയ്തുകൊണ്ടല്ല ഉണ്ടാക്കുന്നത്. അവിടെ ശ്രീ രാഹുൽ ഈശ്വർ, അതാണ് അദ്ദേഹം പറഞ്ഞത്. രാഹുൽ ഈശ്വർ താങ്കൾ പറയൂ താങ്കൾ ഏതെങ്കിലും ഒരു കന്യാസ്ത്രീയെ 15ാം വയസ്സിൽ ഫോഴ്സ് ചെയ്ത് മാതാപിതാക്കൾ കൊണ്ടാക്കിയത് പറയൂ. ഏതെങ്കിലും ഒരു കന്യാസ്ത്രീ കാര്യം പറയൂ പ്ലീസ്.
അങ്ങ് ഏത് കുട്ടിയെയാണ്, ഞാൻ ചോദിച്ചോട്ടെ, ആറ്റുകാലമ്പലത്തിലെ ഏത് കുട്ടിയാണ് അങ്ങയോട് പറഞ്ഞത് എന്നെ ഫോഴ്സ് ചെയ്താണ് ദേവിയുടെ അടുത്ത് കൊണ്ടുപോകുന്നതെന്ന്? എന്തായാലും അതായത് 12 വയസ്സ് 6 മുതൽ 12 വയസ്സ് വരെ ഉള്ള കുട്ടികൾ ഡോളി ഇൻകപ്പാക്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് 12 വയസ്സിന് മേൽപോട്ടുള്ള കുട്ടികൾക്ക് IPC പ്രകാരം 12 വയസ്സ് മേൽപോട്ടുള്ള കുട്ടികൾക്ക് IPC പ്രകാരം ഒരു പരിഗണനയും 12 വയസ്സിന് താഴോട്ടുള്ള കുട്ടികളെ ഡോളി ഇൻകപ്പാക്സ് എന്നുള്ള രീതിയിലാണ് കണക്കാക്കുന്നത്. തീർച്ചയായും അത്തരം വിവേചനാധികാരങ്ങൾ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് പലതരത്തിൽ, അതുകൊണ്ടാണ് ഒരു ക്രൈമിൽ പോലും ഒരു കുട്ടി ഏർപ്പെടുമ്പോൾ അവന്റെ പ്രായം എന്നത് പ്രധാനപ്പെട്ടതാകുന്നത്. എന്തായാലും ശ്രീ എസ് ബിജു, ഇവിടെയാണ്, അതായത് ഫാദറും തുറന്ന് സമ്മതിക്കുന്ന ഒന്നുണ്ട്, ആരോഗ്യകരമായ ചർച്ചകൾ എല്ലാ ജാതി മത സമുദായത്തിലും നടക്കട്ടെ എന്നാണ് അദ്ദേഹം പറയുന്നത്. രാഹുൽ ഈശ്വറിന് 15 എന്ന പ്രായത്തോട് ഭിന്നാഭിപ്രായമുണ്ടെങ്കിൽ അതും ചർച്ച ചെയ്യട്ടെ. അതോടൊപ്പം സുന്നത്ത് കല്യാണം പോലെയുള്ള ചടങ്ങുകൾ വിമർശിക്കപ്പെടട്ടെ, അതിലും ആരോഗ്യകരമായ ചർച്ച നടക്കട്ടെ. ഒപ്പം ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ എപ്പോഴും മാറ്റത്തിന് തയ്യാറാവുന്ന ഒരു വിഭാഗം എന്ന നിലയിൽ ഹൈന്ദവ സമൂഹം ഇത്തരം അനാചാരങ്ങൾ എന്ന് തോന്നുന്നുവെങ്കിൽ അവിടെ ശ്രീലേഖ IPS ആണ് പറഞ്ഞത് എന്നതുകൊണ്ട്, അവർ ചില വകുപ്പുകളാണ് ഉപയോഗിച്ചത് എന്നതുകൊണ്ട് ഈ വിഷയത്തെ ലഘൂകരിച്ച് കാണണോ? കുറച്ചുകൂടി വലിയ പ്രതലത്തിൽ ഈ വിഷയത്തെ നോക്കിക്കാണുകയും ഇത്തരത്തിലാണോ ആചാരങ്ങൾ ക്ഷേത്രങ്ങളിൽ മുന്നോട്ട് പോകേണ്ടത് എന്ന് ചിന്തിക്കുകയും ചെയ്യുകയല്ലേ ചെയ്യേണ്ടത്? ഇന്ന് സനാതനമായ ധർമ്മം എന്ന് വിശേഷിപ്പിക്കുന്ന ഭാരതത്തിൻ്റെ ധർമ്മം, ഹിന്ദുധർമ്മം, അതിൻ്റെ ആചരണങ്ങളിൽ ചില ച്യുതികൾ സംഭവിക്കാം. ആചരണങ്ങളിൽ ച്യുതി സംഭവിക്കുമ്പോൾ ധർമ്മത്തിന് ച്യുതി സംഭവിച്ചു എന്നർത്ഥമില്ല. ആചരിക്കുന്നവരിൽ ചില ച്യുതികൾ സംഭവിക്കാം. ആ ആചരണങ്ങളിൽ വരുന്ന ച്യുതികളെ നിയമം കൊണ്ടോ വകുപ്പുകൾ കൊണ്ടോ ശിക്ഷാ നടപടികൾ കൊണ്ടോ മാറ്റുകയാണോ വേണ്ടത്, അതോ ബോധവൽക്കരണം കൊണ്ട് മാറ്റുകയാണോ വേണ്ടത്? അത്തരം ബോധവൽക്കരണങ്ങൾ ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അനുവർത്തിച്ചുള്ള നയം. ബോധവൽക്കരണത്തിലൂടെ അത്തരം ബോധവൽക്കരണം നടന്നിട്ടുണ്ട്, തീർച്ചയായിട്ടും നടന്നിട്ടുണ്ട്. ഇളവൂർ തൂക്കം, ചാട് കെട്ടി, നട്ടലിന് തൊട്ട് താഴെ വലിയ ചാട് കെട്ടി ഇളവൂർ തൂക്കം നടന്ന സമയത്ത് ഹിന്ദു സമൂഹത്തിൽ പരിഷ്കരണത്തിന് വേദിയൊരുക്കി അവരിൽ ചർച്ച കൊണ്ടുവന്ന് ആ ഇളവൂർ തൂക്കം നിരോധിക്കാൻ നേതൃത്വം കൊടുത്തത് ഇവിടുത്തെ ഒരു നിയമനിർമ്മാണത്തിന്റെ അടിസ്ഥാനത്തിലൊന്നുമല്ല, മറിച്ച് ഹൈന്ദവ പ്രസ്ഥാനങ്ങളും ആചാര്യന്മാരും സന്യാസി ശ്രേഷ്ഠന്മാരും എല്ലാവരും ഒന്നിച്ച് ഹൈന്ദവ സമൂഹത്തിലേക്ക് ഇറങ്ങി ആ അഭിപ്രായം സ്വരൂപിച്ചതിലൂടെയാണ്. ഈ കാര്യത്തിലും ചോദ്യമാണ് ഞാനും ചോദിച്ചത്. ഇത് ശ്രീലേഖ IPS പറഞ്ഞപ്പോൾ അതിനൊരു രാഷ്ട്രീയമുണ്ട്, ഗൂഢാലോചനയുണ്ട് എന്ന് ചിന്തിക്കുന്നതിന് പകരം ബോധവൽക്കരണമാണ്. അവർ പറഞ്ഞ ആ വാക്കുകളെ അല്ലെങ്കിൽ അവർ പറഞ്ഞ വസ്തുതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ബോധവൽക്കരണങ്ങൾ ആരംഭിച്ച കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഞാൻ പറയാം. ഒന്ന്, DGP R ശ്രീലേഖ ഇവിടെ ഇപ്പോൾ അനാവശ്യമായി വിവാദമുണ്ടാക്കിയത്, അനവസരത്തിൽ ഇങ്ങനൊരു പ്രചരണം നടത്തിയത് അത് ഒട്ടും യോജിച്ചതല്ല. അവർ ഭക്തയാണെന്ന് പറയുന്നു, വിശ്വാസിയാണെന്ന് പറയുന്നു, അവരിരിക്കുന്ന സ്ഥാനത്തിനും യോഗ്യമല്ല. അവർ ഉന്നതമായ സ്ഥാനത്താണ്. ഇവിടെ ഇത് കേരളത്തിന്റെ സർക്കാരിനെ അല്ലെങ്കിൽ ഇവിടുത്തെ സംവിധാനങ്ങളെ, ഭരണ സംവിധാനങ്ങളെ ബോധ്യപ്പെടുത്തി ചെയ്യാവുന്ന കാര്യമാണ്. DGP R ശ്രീലേഖക്ക് ആറ്റുകാൽ ട്രസ്റ്റികളോട് സംസാരിച്ച് ഇതിൽ ഒരു ഭേദഗതി വേണം, ഇത് അനാചാരമായി മാറുന്നു എന്ന് പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹിന്ദു സമൂഹത്തെ പൊതുവായി അവഹേളിക്കാൻ വേണ്ടി, അപമാനിക്കാൻ വേണ്ടി ഈ അവസരത്തെ അവർ ഉപയോഗപ്പെടുത്തരുതായിരുന്നു എന്നാണ് എന്റെ അഭിപ്രായം. സ്വഭാവമാണ്. അതായത് ഈ വിഷയം വീടുകളിൽ അവർ പറയുന്ന അഭിപ്രായങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കിട്ടാൻ വേണ്ടി മൂശേട്ടകൾ നടത്തുന്ന സ്വഭാവമാണ്. ശ്രീ സന്ദീപ് ചൈതന്യ, ഇത്തരം വിഷയങ്ങളിൽ ആരാണ് തീരുമാനമെടുക്കേണ്ടത് എന്ന ചോദ്യം പലപ്പോഴും ഉയർന്നു വരുന്നതാണ്. അവിശ്വാസികളായ ആളുകളാണ് പലപ്പോഴും ഇത്തരം വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നത്. അവരല്ല തീരുമാനമെടുക്കേണ്ടത്. വിശ്വാസികളായ ആളുകളല്ലേ അവരുടെ വിശ്വാസങ്ങൾ സംബന്ധിച്ച് തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്ന ചോദ്യം നിരന്തരം ആവർത്തിക്കപ്പെടുന്നുണ്ട്. ഇത്തരം വിഷയങ്ങൾ ഹൈന്ദവ സമൂഹത്തിനെതിരായ ആക്ഷേപമെങ്കിൽ അത് ആ സമുദായത്തിൽ, ക്രൈസ്തവ സമുദായത്തിനെതിരെയെങ്കിൽ ആ സമുദായത്തിൽ അത്തരത്തിൽ ചർച്ച ചെയ്യപ്പെടുകയും അങ്ങനെ മാറ്റങ്ങൾ വരുത്തുകയുമാണോ ചെയ്യേണ്ടത്? ഒപ്പം സമയം പരിമിതമാണ്, അതുകൊണ്ടാണ് എല്ലാവർക്കും ഉള്ള ഒന്ന് എന്നറിയാം, കൂടുതൽ ആളുകളെ ക്ഷേത്രത്തിൽ എത്തിക്കുക, പ്രശസ്തി ഉണ്ടാവുക, സമ്പത്ത് എന്നതൊക്കെ ഒരു ഘടകമായിരിക്കെ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? അല്ല, ഇവിടെ നമ്മളുടെ രാജ്യം ജനാധിപത്യ രാജ്യമാണല്ലോ. ഇവിടെ നിയമനിർമ്മാണ സഭയുണ്ട്, അതുപോലെ നമുക്കൊരു പരമോന്നത നീതിപീഠമുണ്ട്.
ആ വഴി തന്നെയാണ് വേണ്ടത്. ഇപ്പം ഇപ്പോൾ നമ്മുടെ കേരളത്തിലെ കാര്യം എടുക്കുകയാണെങ്കിൽ കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മൃഗബലി നിയമനിർമ്മാണത്തിലൂടെയാണ് നിർത്തലാക്കിയത്. അത് EMSന്റെ 2ാമത്തെ മന്ത്രിസഭയിലാണ്. നിങ്ങൾക്ക് തന്നെ വിവരാവകാശ നിയമം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഡോക്യുമെൻ്റ് എല്ലാം കിട്ടുമല്ലോ. കാരണം അദ്ദേഹം അത് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് നന്നായിട്ട് അറിയുന്ന ആളാണ്. അന്ന് അതിനെക്കുറിച്ചുള്ള എതിർപ്പുകളോ അല്ലെങ്കിൽ അഭിപ്രായങ്ങളോ വന്ന സമയത്ത് അദ്ദേഹം ഈ ആളുകളോട് സംസാരിച്ചിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല എന്നാണ് പറഞ്ഞത്. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഇളനീര് ഉടച്ചാൽ മതി, കുമ്പളങ്ങ വെട്ടിയാൽ മതി എന്നൊക്കെയുള്ള നിയമം ഉണ്ടായത്. അത് ക്ഷേത്രത്തിനകത്ത് ഏതെങ്കിലും വിധത്തിൽ കോഴിയെ പോലുള്ള മൃഗങ്ങളെ പക്ഷിയെ പോലും കോഴിയെ പോലും ക്ഷേത്രത്തിനകത്തോ അതിൻ്റെ പരിസരത്തോ മൃഗബലി എന്ന പേരിൽ നടന്നു കഴിഞ്ഞാൽ അതിന് കൂട്ടുനിന്നവർ എല്ലാവരും അകത്താവുന്ന ജയിലിലാവുന്ന കുറ്റകരമായ ശിക്ഷയാണ് ഇന്നത്. അപ്പോൾ അത് കുറേ ഡിസ്കഷൻ വെച്ചിട്ടല്ല, നിയമനിർമ്മാണത്തിലൂടെ തന്നെയാണ് ഇത്തരം കാര്യങ്ങളെ ഇല്ലായ്മ ചെയ്യേണ്ടത് എന്ന് തന്നെയാണ്. കാരണം കോടതിയിൽ ഇരിക്കുന്നവരൊന്നും വിഡ്ഢികളല്ലല്ലോ, ധർമ്മശാസ്ത്രം അറിയാത്തവരോ ആചാരങ്ങളെക്കുറിച്ച് അറിയാത്തവരോ അല്ലല്ലോ. അനുസരിച്ച് തന്നെയായിരിക്കും അവരും ഇതെല്ലാം ചെയ്യുന്നത്. ഇപ്പം സതി നിർത്തലാക്കിയത് ധർമ്മത്തിൽ പറഞ്ഞിട്ടൊന്നുമില്ല സതി കൊണ്ടാടണമെന്നൊന്നും. അത് ആചരിക്കുന്ന സമയത്തെ അത് ദുരാചാരമായിരുന്നു. അത് പിന്നെ ഒരു ആചാരം എന്ന് പറയുന്നത് തെറ്റാണ്. അത് ആചരിക്കാൻ തുടങ്ങിയോ അന്നു മുതൽ അത് ദുരാചാരമാണ്. ആ ദുരാചാരം നിർത്തപ്പെട്ടു എന്നുള്ളതേ ഉള്ളൂ. തീർച്ചയായും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നമുക്ക് വേണ്ടി അവിടെ ആചാരങ്ങൾ അനാചാരങ്ങളായി മാറുന്നുണ്ട് എങ്കിൽ അത് തിരുത്തപ്പെട്ട ചരിത്രവുമുണ്ട് നമ്മുടെ രാജ്യത്തിന്, നമ്മുടെ ജാതിമത സംഘടനകൾക്ക് എന്നത് തന്നെയാണ് ഇവിടെയും ഓർമ്മപ്പെടുത്തുന്നത്. അത്തരത്തിൽ ഏത് ജാതിമത സംഘടനകളിൽ ആണെങ്കിൽ പോലും അത് കുട്ടികൾക്ക് പീഡനമായി മാറുന്നുണ്ട് എങ്കിൽ അത് നിർത്തലാക്കേണ്ടതാണോ എന്നാണ് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്തത്. അത്തരം ആരോഗ്യകരമായ ചർച്ചകൾ ആവശ്യമുണ്ട് എന്നാണ് ഏകസ്വരത്തിൽ ഈ ചർച്ചയിൽ എല്ലാവരും അഭിപ്രായപ്പെട്ടത്. വളരെയധികം നന്ദി ശ്രീ രാഹുൽ ഈശ്വർ, ശ്രീ സന്ദീപ് ചൈതന്യ, ഫാദർ തോമസ് PD, ഒപ്പം ശ്രീ ES ബിജു ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാകുന്നു. നമസ്കാരം.